ഹലോ ഓൾ, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് 10 ബുക്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് 10 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. അതായത് ഇതിൽ റിട്ടൺ ചെയ്തിരിക്കുന്നത് ആസ് എ ലോങ് കോൺവെർസേഷൻ എന്ന്, അതായത് ഒരു വലിയൊരു കോൺവെർസേഷന് എഴുതിയ പോലെയാണ് ഈ ഒരു ചാപ്റ്ററൊക്കെ റിട്ടൺ ചെയ്തിരിക്കുന്നത്. ഇതൊരു 10 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസിനെ പറ്റിയിട്ട്, ഒരു ഐഡിയൽ സൊസൈറ്റീനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ, ആർട്ട്, ഗവൺമെൻറ്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് പ്ലാറ്റോ ഇതിലായിട്ട് മെയിനായിട്ട് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ റിപ്പബ്ലിക്കിൻ്റെ ചാപ്റ്റർ 2 and 3 ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്ലാറ്റോനെ പറ്റിയിട്ടും പ്ലാറ്റോൻ്റെ ആ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു പ്ലാറ്റോ ആൻഡ് ഹിസ് ടൈം നോക്കാം. അതായത് പ്ലാറ്റോൻ്റെ ആ ഒരു കാലഘട്ടം, പ്ലാറ്റോനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ്, പ്ലാറ്റോ ലിവ്ഡ് ഇൻ ഏൻഷ്യൻ ഗ്രീസ് ഫ്രം 427 to 348 BC. അതായത് BC കാലഘട്ടത്തിലായിട്ടുള്ള 427 മുതൽ 348 കാലഘട്ടത്തിലാണ് പ്ലാറ്റോ ജീവിച്ചിരുന്നത്. അതായത് നമുക്കറിയാം BC എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കോട്ടേക്ക് പോവുക, ഒരു നമ്പേഴ്സിൽ ബാക്കോട്ടേക്ക് പോവുക 427 to, അതായത് ക്രിസ്തുവിൻ്റെ മുമ്പ് എത്ര വർഷം എന്നുള്ള ഈ ഒരു ഉദ്ദേശത്തിൻ്റെ മീനിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പോൾ 427 to 348 കാലഘട്ടത്തിലാണ് പ്ലാറ്റോ ജീവിച്ചിരുന്നത്. അതായത് ആൻഷ്യൻ ഗ്രീസ് ആ ഒരു കാലഘട്ടത്തിലാണ്. ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫിലോസഫേഴ്സ് ഇൻ ഹിസ്റ്ററി. അതായത് നമ്മൾ ഇന്നും അറിയപ്പെടുന്ന ഫിലോസഫേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. പ്ലാറ്റോ വാസ് ദ സ്റ്റുഡൻറ്റ് ഓഫ് സോക്രേറ്റ്സ് ആൻഡ് ലേറ്റർ തോട്ട് ബൈ അരിസ്റ്റോട്ടൽ. അതായത് സോക്രേറ്റ്സിൻ്റെ സ്റ്റുഡൻ്റാണ് ആര്? പ്ലാറ്റോ. പ്ലാറ്റോൻ്റെ സ്റ്റുഡൻ്റ് ആര്? അരിസ്റ്റോട്ടൽ. അപ്പോൾ പ്ലാറ്റോ ഒരു മിഡിലിൽ നിൽക്കുന്നത്. അതായത് പ്ലാറ്റോൻ്റെ ആശാനാണ് സോക്രേറ്റ്സ്, പ്ലാറ്റോൻ്റെ ഒരു ശിഷ്യനാണ് അരിസ്റ്റോട്ടൽ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഹി വാസ് ഇൻ ജസ്റ്റ് എ സിംഗർ, ഹി വാസ് ഓൾസോ എ ബ്രില്യൻറ്റ് റൈറ്റർ. അദ്ദേഹം ഇങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്യുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം കുറേ എഴുത്ത് ഇങ്ങനെയൊക്കെ സത്യത്തിനെ കണ്ടുപിടിക്കുന്നത്, വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് ജസ്റ്റിസ്, ഹൗ ഷുഡ് സൊസൈറ്റി വർക്ക്, എങ്ങനെയൊക്കെ ഒരു സൊസൈറ്റി വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൂടുതലായിട്ട് ചിന്തിക്കുകയും അതേപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ട് എഴുതുന്ന ഒരാളാണ് പ്ലാറ്റോ. അപ്പോൾ പ്ലാറ്റോ ലവ്ഡ് എക്സ്പ്ലോറിങ് ബിഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് ജസ്റ്റിസ്, ഹൗ സൊസൈറ്റി വർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം കൂടുതലായിട്ട് റീസൺസിലും ലോജിക്കിലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളായിരുന്നു. അതായത് ആൻസേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റീസൺസിനും ലോജിക്കും, നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ റീസൺസും ലോജിക്കും കൂടുതലായിട്ട് ഈ സയൻസൊക്കെ വിശ്വസിക്കുന്ന ആളാണ് റീസൺസും ലോജിക്കലൊക്കെ കൂടുതലായിട്ട് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എന്തെങ്കിലും കാര്യം ഉണ്ടാവണമെങ്കിൽ, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ടാവും ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവണം, ലോജിക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ഒരാളായിരുന്നു പ്ലാറ്റോ എന്ന് പറയുന്നത്. പ്ലാറ്റോ എന്ന് പറയുന്നത് ഇമോഷനായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നില്ല. ഒരു റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന, ഒരു റീസൺസിനും ലോജിക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഇസ് ടീച്ചർ സോക്രേറ്റ്സും അതേപോലെ തന്നെ ഒരാളായിരുന്നു. സോക്രേറ്റ്സും ഇതേപോലെ തന്നെ റീസണും ലോജിക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളായിരുന്നു. ഇനി നമുക്ക് പ്ലാറ്റോൻ്റെ ആ ഒരു കാലഘട്ടം നോക്കാം. പ്ലാറ്റോ ജീവിച്ചിരുന്ന ആ ഒരു ജീവിതം, അല്ലെങ്കിൽ പ്ലാറ്റോ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്ലാറ്റോൻ്റെ സ്ഥലം, പ്ലാറ്റോ ജീവിച്ചിരുന്ന ആ ഒരു ജന്മസ്ഥലമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാറ്റോൻ്റെ കാലഘട്ടത്തിൽ എഥൻസ് വാസ് ചേഞ്ചിങ്. എഥൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് എഥൻസ്. എഥൻസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ആ ഒരു ഗ്രീസിൻ്റെ ക്യാപിറ്റൽ, പ്ലാറ്റോ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലം കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്. കാരണം പ്ലാറ്റോ ജീവിച്ചിരുന്ന തൊട്ട് മുമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഏജ് ആയിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത്. അതായത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ലൈക്ക് ഫിഡിയാസ് എന്ന് പറയുന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റും അതേപോലെ തന്നെ സോഫോക്കിൾസ്, യൂറിപ്പൈഡ്സ് എന്ന് പറയുന്ന വലിയ വലിയ പ്ലെയറായിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം, കൂടുതലായിട്ട് ആർട്ടിസ്റ്റിനൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടം, ഒരു ഗോൾഡൻ ഏജ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തായിരുന്നു പ്ലാറ്റോ ജീവിച്ചിരുന്നത്. അതായത് ചെറിയ മാറ്റങ്ങൾ, അതായത് ആർട്ടിസ്റ്റും കുറച്ച് കവിതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മാറുന്ന ഒരു ടൈമായിരുന്നു പ്ലാറ്റോ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഫിലോസഫിയിലും പബ്ലിക് സ്പീക്കിങ്ങിലും പോയി.
എന്നുവെച്ചാൽ ആദ്യം അതിൻ്റെ മുന്നേറ്റ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ആർട്ടിസ്റ്റും പോയംസിലും പോയറ്റ്സിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പ്ലാറ്റോൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ കൂടുതലായിട്ട് ഫിലോസഫിയിലും പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ ഇമ്പോർട്ടൻസ് വന്നു. അതേപോലെ തന്നെ ഫിലോസഫേഴ്സ് ലൈക്ക് സോക്രേറ്റ്സ് ആൻഡ് ഒറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, പബ്ലിക് സ്പീക്കേഴ്സ്. അപ്പോൾ ഗോർഗിയാസ് എന്ന പോലത്തെ പബ്ലിക് സ്പീക്കേഴ്സൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ്, ആൾക്കാർ കൂടുതലും ഫിലോസഫിയിലും പബ്ലിക് സ്പീക്കിങ്ങിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനേക്കാളും കൂടുതൽ ആർട്ടിസ്റ്റിനേക്കാളും കൂടുതൽ. അതായിരുന്നു കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റുക. വേറൊരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് there were worries about എഥൻസ് ലൂസിങ് ഇറ്റ്സ് മോറൽ വാല്യൂസ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ വാല്യൂസൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അതായത് നല്ല സ്വഭാവങ്ങൾ, നല്ല നല്ല വാല്യൂസൊക്കെ നഷ്ടപ്പെട്ട് ആൾക്കാർ കുറച്ചും കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചും ഒരു മോശമായിട്ടുള്ള സ്വഭാവത്തിലേക്ക്, വാല്യൂസൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മനുഷ്യന്മാർ മാറിക്കൊണ്ട് നിൽക്കുന്ന, അതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ, പ്ലാറ്റോൻ്റെ കാലഘട്ടത്തിൽ മാറിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫിലോസഫേഴ്സൊക്കെ കൂടി ഇരുന്നിട്ട്, അതായത് പ്ലാറ്റോ പോലത്തെ ഫിലോസഫേഴ്സൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വിചാരിച്ച് ഈ ഒരു സൊസൈറ്റി അങ്ങ് ശരിയാക്കി കളയാന്നുള്ള രീതിക്ക് വിചാരിച്ച്. അതായത് ദേ ട്രൈ ടു ഫിക്സ് സൊസൈറ്റി ബൈ എൻകറേജിങ് പീപ്പിൾ ടു തിങ്ക് മോർ ഡീപ്ലി ആൻഡ് ഓണസ്റ്റ്ലി. അതായത് ആൾക്കാരെ കൊണ്ട് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കാനും അതേപോലെ തന്നെ ഓണസ്റ്റായിട്ട് ചിന്തിക്കാനൊക്കെ ആൾക്കാരെ എൻകറേജ് ചെയ്ത് പ്ലാറ്റോവും അതേപോലെ തന്നെ മറ്റുള്ള ഫിലോസഫേഴ്സും. ഞാൻ പറഞ്ഞിരുന്നു, മോറൽ വാല്യൂസൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ആൾക്കാർ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി, നാടിനങ്ങ് ശരിയാക്കി കളയാമെന്ന് വിചാരിക്കുന്ന പോലെ ഈ പ്ലാറ്റോ ഇറങ്ങിയതാണ്, ട്രൈ ടു ഫിക്സ് ദ സൊസൈറ്റി. പ്ലാറ്റോ ഓൾസോ സ്റ്റാർട്ടഡ് എ ഫേമസ് സ്കൂൾ ഇൻ ഏഥൻസ് കോൾഡ് ദ അക്കാഡമി. ദ അക്കാഡമി എന്ന് പറയുന്ന ആ ഒരു ഫേമസ് സ്കൂളും പ്ലാറ്റോ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അരിസ്റ്റോട്ടിലും പിന്നീട് സ്കൂള് ലീസിയം എന്ന് പറയുന്ന സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇതായിരുന്നു പ്ലാറ്റോ അന്ന് ജീവിച്ചിരുന്ന ആ ഒരു വേൾഡ്, അല്ലെ പ്ലാറ്റോൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് പ്ലാറ്റോസ് ഐഡിയാസ് ഓൺ പോയട്രി ആൻഡ് ആർട്ട് നോക്കാം. അതായത് പ്ലാറ്റോ പോയട്രിയും ആർട്ടിനെ എങ്ങനെയാണ് കണ്ടതെന്നുള്ള രീതിക്ക്. ഞാൻ പറഞ്ഞു, പ്ലാറ്റോ കൂടുതലായിട്ട് റീസണും ലോജിക്കലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രിയിലും ആർട്ടിലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു പ്ലാറ്റോന് 2 മേജർ തിയറീസാണ് ഉണ്ടായിരുന്നത്. അതായത് ഇതിൽ 2 മേജർ തിയറീസാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തത് തിയറി ഓഫ് ഇൻസ്പിരേഷൻ, രണ്ടാമത്തത് തിയറി ഓഫ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമിസിസ്. ഈ തിയറി ഓഫ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമിസിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കാൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിമിസിസ് എന്ന് പറയുന്നത്. എന്താണ് മിമിസിസ് എന്നുള്ളത്? ഫസ്റ്റ് മിമിസിസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് തിയറി ഓഫ് ഇൻസ്പിരേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ പ്ലാറ്റോ ബിലീവ് ദാറ്റ് പോയറ്റ്സ് ഡോണ്ട് റൈറ്റ് വിത്ത് ലോജിക്, ഇൻസ്റ്റെഡ് ഹി തോട്ട്സ് പോയറ്റ് വെർ ഇൻസ്പയർഡ് ബൈ സംതിങ് ഡിവൈൻ. അതായത് പ്ലാറ്റോ വിചാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്ലാറ്റോൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കവികളൊക്കെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവരായിട്ട് എഴുതുന്നല്ല, അല്ലെങ്കിൽ അവരുടെ നോളജ് വെച്ച് എഴുതുന്നല്ല, അവരുടെ ഉള്ളിലൊരു ഡിവൈനായിട്ടുള്ള സംഭവം വന്നിട്ട് അതിലൂടെ ഒരു ഗോഡ് അതിലൂടെ എഴുതുന്ന, അല്ലെങ്കിൽ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെ പറയുന്നില്ല ഇത് ഞാൻ ചെയ്യുന്നില്ല, ചില റിലീജിയസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഒക്കെ പറയില്ല ഇത് ഞാൻ ചെയ്യുന്നില്ല, എന്നിലൂടെ ദൈവം ചെയ്യുന്നതാണെന്നുള്ള രീതിക്ക്. അതേപോലെയാണ് പ്ലാറ്റോ പോയറ്റിനെ കണ്ടത്, അല്ലെങ്കിൽ കവികളെ കണ്ടത്. ലൈക്ക് ബീങ് ഇൻ എ ട്രാൻസ് ഓർ പോസസ്ഡ് ബൈ എ ഗോഡ്, അല്ലെ ഗോഡിലൂടെ ഈ ദൈവം ഇവരിലൂടെ ആൾക്കാരിലേക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയൊക്കെ എഴുതുന്നുള്ള രീതിക്കാണ് പ്ലാറ്റോ കാണുന്നത്. എ പോയറ്റ് ഈസ് ലൈക്ക് എ പ്രൊഫറ്റ് ഓർ മാഡ്മാൻ. അതായത് പോയറ്റിനെ കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫറ്റായിട്ടാണ്, ഒരു ദൈവദൂതനെ പോലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിവൈനായിട്ട് എന്തെങ്കിലും ഉള്ളിൽ സംതിങ് ഡിവൈനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയറ്റ് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ദ പോയറ്റ് ബിക്കംസ് എ ടൂൾ ഓഫ് ഗോഡ്. അതായത് ഗോഡിൻ്റെ ഒരു ടൂള് പോലെയാണ് പോയറ്റിനെ കാണുന്നത്. സ്പീക്ക് ബ്യൂട്ടിഫുൾ തിങ്സ്, അതായത് നല്ല കാര്യങ്ങൾ, പവർഫുൾ തിങ്സ്, അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ തിങ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയറ്റ് എന്നത്. ബട്ട് നോട്ട് ഫ്രം നോളജ്. പക്ഷേ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാറ്റോ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇവർ നോളജ് വെച്ചിട്ടല്ല ഇത് പറയുന്നത്. ഇവരുടെ ഒരു ഡിവൈൻ സോഴ്സ് പോലെ ഒരു കാര്യം ഇതിലൂടെ പറയുന്നത്, ഈ പോയത്തിലൂടെ പറയുന്നത് എന്നാണ്
പ്ലാറ്റോ പറയുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്ലാറ്റോ എന്ന് പറയുന്നത് ഈ പോയറ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിന്, അല്ലെങ്കിൽ പോയറ്റിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റ് മേ സേ പവർഫുൾ തിങ്സ് ബട്ട് ദേ മേ നോട്ട് ഓൾവേസ് ബി ട്രൂ ഓർ ഹെൽപ്ഫുൾ. അതായത് അദ്ദേഹം പറയുന്നത് പോയറ്റൊക്കെ ചിലപ്പോൾ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷെ അവർ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഹെൽപ്ഫുൾ നമുക്ക് ആവണമെന്നില്ല. അതാണ് പ്ലാറ്റോ ഇവിടെ പറയുന്നത്. സോ വൈൽ ഹി അഡ്മയർഡ് ദ ഇമോഷണൽ പവർ ഹി ഓൾസോ സോ ദം ആസ് റിസ്കി. ഈ ഒരു പ്ലാറ്റോ അവരെ അഡ്മയർ ചെയ്തതാണെങ്കിലും കുറച്ചൊരു റിസ്കി ആയിട്ട് കൂടെ ഈ ഒരു പോയിറ്റ്സിനൊക്കെ പ്ലാറ്റോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തിയറി ഓഫ് ഇമിറ്റേഷൻ നോക്കാം. തിയറി ഓഫ് ഇമിറ്റേഷൻ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിമിസിസ്, കൂടുതലായിട്ട് മിമിസിസ് എന്നാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ തിയറി ഓഫ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമിസിസ് എന്ന് പറയുന്നത് പ്ലാറ്റോൻ്റെ രണ്ടാമത്തെ തിയറിയാണ്. ഈ ഒരു പ്ലാറ്റോൻ്റെ രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് പ്ലാറ്റോ ഇതിൽ കൂടുതലായിട്ട് പോയറ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രൂപത്തിലാണ് ഇതിൽ പറയുന്നത്. ഇൻ ദ റിപ്പബ്ലിക് പ്ലാറ്റോ ടുക്ക് എ സ്ട്രിക്റ്റർ വ്യൂ. ഹീ സെറ്റ് പോയിറ്റ്സ് ഡോണ്ട് ഷോ അസ് റിയാലിറ്റി. അതായത് പ്ലാറ്റോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിറ്റ്സ് ഒന്നും നമുക്ക് റിയാലിറ്റി അല്ല കാണിക്കുക, വെറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് അല്ല, സത്യങ്ങളല്ല നമ്മളെ ഇടയിലേക്ക് കാണിക്കുന്നത് എന്നാണെന്ന് പ്ലാറ്റോ പറയുന്നത്. നമുക്കൊരു എന്ന് വെച്ചാൽ ഇല്യൂഷൻ പോയ ദേ ഓൺലി ഷോ കോപ്പി വാട്ട് വി ഓൾറെഡി സീ. എന്തെങ്കിലും വ്യാജമായ ഒരു സംഭവമാണ് നമ്മളിലേക്ക് കാണിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പ്ലാറ്റോ പറയുന്നത്. ആൻഡ് വാട്ട് വി സീ ഈസ് നോട്ട് ദ ഫുൾ ട്രൂത്ത്. അതായത് നമ്മൾ കാണുന്ന ഒരു ഒറിജിനൽ ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ഒരു ട്രൂത്ത് അല്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയി നമ്മളൊരു ഷൂ വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തി തരുന്ന അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈക്കിൻ്റെ സെക്കൻഡ് കോപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ഒറിജിനലിൻ്റെ ഫസ്റ്റ് കോപ്പി അല്ല, സെക്കൻഡ് കോപ്പി ആയിട്ടാണ് തരുന്നത്. അപ്പോൾ റിയാലിറ്റിയിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെയാണ് പ്ലാറ്റോ പോയറ്റ്സിനെ കമ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഇതിലാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ചെയർ വെച്ചിട്ടാണ്. അതായത് ദർ ഈസ് എൻ ഐഡിയൽ ചെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ചെയർ ഉണ്ടാവും, നമ്മുടെ ഉള്ളിലൊരു വിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെ മനസ്സിലൊരു ചെയർ എങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മളിപ്പോൾ മനസ്സിലെല്ലാവരും ആലോചിക്കാം. അപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനൊരു കാലുണ്ടാവും, അതിന് 4 കാലുണ്ടാവും, അതിനിരിക്കാൻ പറ്റുന്ന ഒരു ബാക്കും, അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ ഉള്ള ഒരു മൈൻഡിലുണ്ടാവും. അതാണ് ഒറിജിനൽ ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള നമ്മൾ ഇതിനെ കോപ്പി ചെയ്തിട്ടാണ്, ഇതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കോപ്പി വെച്ചിട്ടാണ് നമ്മളൊരു കാർപ്പൻറ്റർ ഒരു ചെയർ ഉണ്ടാക്കുന്നത്. അതായത് കാർപ്പൻ്റ് മനസ്സിലാലിക്കാം അതിന് 4 കാലുണ്ടാവും, അപ്പോൾ അതിന് 4 കാല് വെട്ടി അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെയറാക്കി. അപ്പോൾ അതെന്തായി? ഫസ്റ്റ് കോപ്പിയായി. അതൊരു കോപ്പി ഓഫ് ദ ഐഡിയ ആയി, ഒരു ഐഡിയൻ്റെ ഒരു കോപ്പിയായി. പിന്നെ അതിനെയാണ് പിന്നീട് പെയിൻറ്റ്സ് ദ ചെയർ. ഒരു പെയിൻറ്റർ പിന്നെ ഒരു ചെയർ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ചെയറിനെ നോക്കിയിട്ട് പിന്നെ ഒരു ചെയർ വരയ്ക്കുകയാണ്. അപ്പോൾ അത് കോപ്പിയായി. ഫസ്റ്റുള്ള ഒറിജിനലായിട്ടുള്ള സംഭവം പിന്നെ കാർപ്പൻറ്ററിനുണ്ടാക്കി, അതൊരു കോപ്പിയായി. പിന്നെ പെയിൻറ്റർ അത് വരച്ച് ആ ഒരു ചെയറിനെ വരച്ച്, അപ്പോൾ അതൊരു കോപ്പിയായി. ഇങ്ങനെയാണ് ഒരു പോയറ്റിനെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാറ്റോ സെറ്റ് പോയട്രി ഈസ് ലൈക്ക് പെയിൻറ്റേഴ്സ് വർക്ക്. അതായത് ഒരു പെയിൻറ്ററിൻ്റെ വർക്ക് പോലെയാണ് ഒരു പോയട്രി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്ലാറ്റോ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പോയട്രിയൊക്കെ പ്ലാറ്റോ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോയിറ്റ്സ് അപ്പീൽ ടു ഇമോഷൻ ഇൻസ്റ്റെഡ് ഓഫ് റീസൺസ്. അതായത് നമ്മുടെ ഉള്ളിൽ ഇമോഷനാണ് കൂടുതൽ അത് സ്റ്റിറപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടുതൽ ഇമോഷൻസാണ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് വരുത്തുക. ഈ പോയിറ്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റിറപ്പ് ഫിയർ, ആങ്കർ, സാഡ്നെസ്. അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അത് നമ്മളെ ഇമോഷൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തിങ്സ് ദാറ്റ് ക്യാൻ മേക്ക് അസ് ലോസ് കൺട്രോൾ. അതായത് ഇമോഷൻ നമ്മളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മളെ ഇമോഷൻസിനെ വെച്ചിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇമോഷൻസിനെ വെച്ച് കളിക്കുമ്പോൾ അവിടെ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ മാറിപ്പോവും. അതാണ് നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നമെന്ന് പ്ലാറ്റോ പറയുന്നത്. ദേ ക്രിയേറ്റ് ഇല്യൂഷൻ ആൻഡ് ഫോൾസ് ബിലീഫ്സ് അബൌട്ട് ദ വേൾഡ്. അതായത് ഒരു ഇല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഒരു വേൾഡിനെ പറ്റിയിട്ട് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ബിലീഫായിട്ട് ഒരു മാജിക്കൽ വേൾഡ് പോലെയാണ് ഉണ്ടാകുന്നത്. നമ്മളൊരു പോയം വായിക്കുമ്പോൾ അവിടെ നമ്മളൊരു മാജിക്കൽ വേൾഡിലേക്ക് എത്തണം, നമ്മളൊരു റിയാലിറ്റിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ് പ്ലാറ്റോ പറയുന്നത്.
പീപ്പിൾ മേ അഡ്മയർ തിങ്സ് ദാറ്റ് ആർ ഇൻ ട്രൂ ഓർ ഗുഡ്. അതായത് ശരിയായ കാര്യത്തിനെ അല്ലാതെ പീപ്പിൾ അഡ്മയർ ചെയ്യാൻ തുടങ്ങും. അതായത് ചില കാര്യത്തിനൊക്കെ പോയിറ്റിനൊക്കെ വായിച്ചിട്ട് ശരിയായ കാര്യം റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് പീപ്പിൾ അഡ്മയർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പ്ലാറ്റോ പറയുന്നത് ഹോമർ പോലത്തെ പോയിറ്റ്സൊക്കെ ഈ ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ നിന്ന് ബാൻ ചെയ്യണം, അതായത് അവരെ ഒഴിവാക്കണം, അതായത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്യണം എന്നുള്ളത്. ഓൺലി പോയട്രി ദാറ്റ് പ്രൈസസ് ഗോഡ് ഓർ നോബിൾ ഹീറോസ് ഷുഡ് ബി അലൗഡ്. അതായത് ഇങ്ങനത്തെ ആൾക്കാർ, അതായത് പോയട്രി എങ്ങനത്തെ മാത്രമായിരിക്കണം, ഈ ദൈവങ്ങളെയും നോബിളായിട്ടുള്ള ഹീറോസ്, അതായത് നല്ല നല്ല ഹീറോസിനെയൊക്കെ പ്രേസ് ചെയ്യുന്ന തരത്തിലുള്ള പോയറ്റ് മാത്രമേ ഉണ്ടായിരിക്കുന്നു. ബാക്കിയുള്ള പോയറ്റ്സൊക്കെ അങ്ങ് ഒഴിവാക്കി കളയണം. അതായത് ഹോമർ പോലത്തുള്ള പോയറ്റ്സിനൊക്കെ അങ്ങ് ഒഴിവാക്കണം എന്നുള്ള രീതിക്കാണ് പ്ലാറ്റോ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. ഇനി നമുക്ക് റിപ്പബ്ലിക്കിൻ്റെ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലാണ് നോക്കുന്നത്. റിപ്പബ്ലിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇതിൽ ബുക്ക് 2 and 3 ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അഡിമാൻഡസ്, സെഫലസ് എന്ന് പറയുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐഡിയൽ സ്റ്റേറ്റ്, അതായത് എങ്ങനെയൊക്കെ ഒരു നമ്മൾ ഇത് ഐഡിയൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ റോള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.